തമിഴ്നാട്ടിലെ കമ്പത്തിനടുത്തുള്ള സുരുളി വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇന്നൊരു യാത്ര പോവുകയാണ് നമ്മൾ. കുമളി ലോവർ ക്യാമ്പ് ഗൂഡല്ലൂർ നിന്ന് ചില ഗ്രാമങ്ങളൊക്കെ ഒന്ന് ചുറ്റിയാണ് പോകുന്നത്. പാടങ്ങളൊക്കെ കൊയ്ത്തു കഴിഞ്ഞ സമയമാണ്. വലിയ ക്യാബേജ് തോട്ടങ്ങൾക്ക് അതിരിട്ടു നിൽക്കുന്ന വാഴത്തോട്ടങ്ങൾ. അകലെയായി മംഗളാദേവി സുരുളി മലനിരകൾ. പാടത്ത് താറാവുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലൻ വരുന്നുണ്ട്. ധാരാളമുണ്ട് താറാവുകൾ. അങ്ങനെ വരുമ്പോഴാണ് രസകരമായ ഒരു സ്ഥലം കണ്ടത്. വൈരവനാറിന് കുറുകെയുള്ള ഒരു ചെറിയ അക്വാഡക്റ്റാണ്. ഇവിടെ തൊട്ടിപ്പാലം എന്ന് പറയും. വേനൽക്കാലത്ത് കൃഷിക്കായി വെള്ളം എത്തിക്കുന്ന സംവിധാനം. അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. വീതി കുറവാണ്. ഇപ്പോഴിതിൽ വെള്ളമില്ല. ഒരു കിലോമീറ്ററോളം മുമ്പോട്ട് പോയി കമ്പം സുരുളി റോഡിലൂടെ വരുമ്പോഴാണ് ദൂരെ ഒരു കുന്നിൻ ചെരുവിലായി ഒരു കൂറ്റൻ ശിവലിംഗം. അത് കോടിലിംഗം ടെമ്പിളാണ്. ഏതായാലും അവിടെയൊന്ന് കയറിയിട്ട് സുരുളിക്ക് പോകാം. സുരുളിമലൈ എന്ന ചെറിയൊരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സുരുളി വേലപ്പർ ക്ഷേത്രത്തിനും സുരുളി വെള്ളച്ചാട്ടത്തിനുമൊക്കെ സമീപത്താണ്. ശിവന്റെ അവതാരമായ കൈലാസലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അദ്ദേഹം തന്റെ പത്നിയായ പർവ്വതവർദ്ധിനി ദേവിയോടൊപ്പം ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം. നിലവിൽ ഈ ക്ഷേത്രത്തിൽ 30,000-ഓളം ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭാവിയിൽ അത് 1 കോടി എണ്ണമായി വർദ്ധിപ്പിക്കുവാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. പുരാണങ്ങളിൽ കാണപ്പെടുന്ന 18 ശ്രേഷ്ഠ മഹർഷിമാരുടെ ധ്യാനത്തിലിരിക്കുന്ന ശില്പങ്ങൾ മരങ്ങൾക്കിടയിലായി സ്ഥാപിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നായ ഇവിടുത്തെ ധ്യാനലിംഗത്തിന് 70 അടി ഉയരമുണ്ട്. വലിയൊരു നന്ദികേശ പ്രതിമയും ഇതിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്നു. എന്നാൽ അവിടെ വീഡിയോഗ്രാഫി അനുവദനീയമല്ല. ഭക്തർക്ക് 50 രൂപ പാസ് എടുത്ത് ശിവലിംഗത്തിനുള്ളിലൂടെ മുകളിൽ കയറാം. ഒരു നവഭാഷണ ലിംഗവും ഇവിടെ പ്രധാന പ്രതിഷ്ഠയായി ഉണ്ട്. മഹാശിവരാത്രി ഇവിടെ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. ഏറ്റവും താഴെഭാഗത്തായി മനോഹരമായ ഒരു കുളവും അതിനു ചുറ്റുമായി ദേവഗണങ്ങളുടെ ശില്പങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു. പൂർവ്വപിതാക്കന്മാരുടെ സുന്ദരന്മാരായ പിൻതലമുറക്കാരും സന്ദർശകരെ കാത്ത് ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ കോടിലിംഗം കോവിലിൽ നിന്ന് സുരുളി തീർത്ഥത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നു പോകണം വെള്ളച്ചാട്ടത്തിലേക്ക്. വനത്തിനുള്ളിലൂടെയുള്ള ആ പോക്ക് രസകരമാണ്. അത് അടുത്ത എപ്പിസോഡിൽ കാണാം.